എം ഷാജി ഇങ്ങനെ വ്യാപകമായി ഒരു കാര്യങ്ങൾ പറയുകയാണ്. ഈ കുഞ്ഞനന്തന്റെ മരണത്തിൽ പോലും അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. ഭക്ഷ്യവിഷബാധ മൂലം മരണം സംഭവിക്കുന്നത് അതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ രീതിയിലാണ് കെ എം ഷാജി പറയുന്നത്. ഈ കെ എം ഷാജി ഒരു നിലവാരമില്ലാത്ത ലീഗിൻ്റെ നേതാവാണ്. കെ എം ഷാജി എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല, ഒരു കേസിൽ പ്രതിയായി അതിൻ്റെ മേലെ ശിക്ഷിച്ച് ജയിലിൽ വെച്ച് മരണപ്പെട്ടു. മരിച്ചാളെ ശിക്ഷിച്ചു കോടതി. മരിച്ചാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാത്തത് നന്നായി. ഏതായാലും മരിച്ചാളെ ശിക്ഷിച്ചു. ആ ജീവിതം മുഴുവൻ അദ്ദേഹം ജീവിക്കുന്ന പ്രദേശത്തിലെ മുസ്ലിം ലീഗുകാരോട് ചോദിച്ചാൽ അവർ പറയും. അയാൾ ജീവിക്കുന്ന പാറാട് പ്രദേശത്തെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ പറയും. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരുമാണ്. അവരുടെ എല്ലാം പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ എല്ലാം സഹായിയായി ആ നാടിൻ്റെ സംരക്ഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കുഞ്ഞനന്തൻ. ആ കുഞ്ഞനന്തനെക്കുറിച്ചും മരണപ്പെട്ടതിന് ശേഷവും അവരുടെ കുടുംബത്തെ അവമാനിക്കാൻ എത്രമാത്രം ഹീനമായ ദൗത്യമാണ് നിർവഹിച്ചത്. ഒരു കുടുംബത്തെ മുഴുവൻ ആക്രമിക്കുകയല്ലേ, വേദനിപ്പിക്കുകയല്ലേ, ഒരു കുടുംബത്തെ മുഴുവൻ മനോവിഷമത്തിലേക്ക് കൊണ്ടെത്തിക്കുകയല്ലേ. ഇത്തരത്തിലുള്ള ആളുകൾ ഈ രാജ്യത്ത് പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം. ഈ കെ എം ഷാജി മാത്രമാണ് ഇങ്ങനെ ലീഗിൽ മറ്റാരും ഇങ്ങനെ പറയുന്നില്ല. എന്താ ഷാജിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി? അത് അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമായിരിക്കും. അതിന് ഞങ്ങളുടെ മേലെ കയറേണ്ട കാര്യമില്ല. അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അസ്വസ്ഥനായിരിക്കും. അതുകൊണ്ട് ചില വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് എന്തും വിളിച്ചു പറയുന്നൊരു ശീലത്തിലേക്ക് ഷാജി എത്തിയിട്ടുണ്ട്. സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ്. സ്ഥാനാർത്ഥികളായി എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ അതിൻ്റെ സംഘടനാപരമായ നിലപാട് വെച്ചുകൊണ്ട് ആലോചിക്കും, തീരുമാനിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾ ദേശാഭിമാനി കണ്ടോ? നിങ്ങൾ കൈരളി ടി വിയിൽ വന്നോ? പത്രത്തിൽ വന്നതുകൊണ്ട് എല്ലാം ശരിയാണെന്നുണ്ടോ? അല്ല, അതൊന്നും അത് പാർട്ടി ആലോചിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ പറയുകയില്ല. നിങ്ങളുടെ മുമ്പിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പറയും. പാർട്ടി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് തികച്ചും തെറ്റാണ്. പാർട്ടി സംഘടനാ തത്വങ്ങളുടെ ലംഘനമായി തീരും. പാർട്ടിയുടെ സംഘടനാ തത്വമനുസരിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ ആ മണ്ഡലത്തിലെ പാർട്ടി കമ്മിറ്റികൾ, ആ മണ്ഡലത്തിലെ പാർട്ടി സംവിധാനം, ഇതെല്ലാം പരിശോധിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ട് ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് വീണ്ടും പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോട് ചോദിക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക. അപ്പോൾ സ്വാഭാവികമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടിയാൽ കേരള പാർട്ടിയോട് നിങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രസിദ്ധീകരിക്കും. തീർച്ചയായും ഞങ്ങൾ ഇതുവരെ വെറുതെ ഇരിക്കുകയല്ലല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമാണ്.